ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു താറാവ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഈ അടിപൊളിയായിട്ടുള്ള താറാവ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് താറാവ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു ചെറിയ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ 2 കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഫെനൽ സീഡ്സ് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 25 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെറിയ വെളുത്തുള്ളി ആയ കാരണം 25 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ 1 കിലോ താറാവ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് ഉപ്പും വിനീഗറും ഇട്ടിട്ടുള്ള വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് വെച്ചിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള താറാവാണ്. ഞാനിവിടെ തൊലിയോട് കൂടിയിട്ടുള്ള താറാവാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പേസ്റ്റ് ക്രഷ് ചെയ്തേന്ന് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ജ്യൂസ് പിഴിഞ്ഞൊഴിക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഈ മസാലകളൊക്കെ ഒന്ന് ഇതിൽ പിടിക്കാനായിട്ട് ഒരു 15 മിനിറ്റ് ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഞാനിവിടെ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കനം കുറച്ചിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം. ഇപ്പോൾ സവാള ഇവിടെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സവാള ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഞാനിവിടെ ഒരു 3 സവാളയും കൂടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ സവാള ഇവിടെ വെളിച്ചെണ്ണയിൽ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്തിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 3 സവാളയും കൂടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകൊക്കെ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും സവാളയുടെയും ഒക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. മീഡിയം ഫ്ലെയിമിൽ തീ ഇട്ടിട്ട് നമുക്കിതൊന്ന് സവാള ഒന്ന് മൂത്ത് വരണ വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 ചെറിയ തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഇവിടെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികളുടെ പച്ചമണം മാറണ വരയ്ക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തക്കാളി സവാള പേസ്റ്റ് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇത് മൂടി വെച്ചിട്ട് ഈ തക്കാളിയുടെ ഒന്ന് വെന്ത് വരണം. അതുവരേക്ക് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള താറാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ താറാവ് മസാലയൊക്കെ നന്നായിട്ട് ഇതിൽ പിടിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. താറാവ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ താറാവ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതായതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ താറാവിന് നല്ല വേവുണ്ടെങ്കിൽ കുക്കറിലിട്ട് വേവിക്കാവുന്നതാണ്. അപ്പം നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ തീയിട്ടിട്ട് താറാവ് വേവണ വരെ ഒന്ന് വേവിച്ചെടുക്കാം.
ഇപ്പോൾ താറാവ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് നമുക്ക് ഗ്രേവി എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഇത് വറ്റിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള താറാവ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഈ താറാവ് കറി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.